നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ലാമീസ് തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ റിയാക്ഷൻ അറ്റ് എ ആൻഡ് ബി, ക്വസ്റ്റ്യൻ എല്ലാം സെയിം ആണ്. റിയാക്ഷൻ ഫോഴ്സസ് ആർ എ ആൻഡ് ആർ ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടുമ്പം ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഒന്ന് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് പോയിന്റ് എയിൽ റിയാക്ഷൻ ഫോഴ്സ് ആർ എ ഉണ്ടാവും, പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. ആൻഡ് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ പോയിന്റ് ബിയിൽ റിയാക്ഷൻ ഫോഴ്സ് ആർ ബി ഉണ്ടാവും, അതും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്നത് 45 ഡിഗ്രി. ഇത് കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. അപ്പം ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഈ 60 ഡിഗ്രിയും 45 ഡിഗ്രിയും എങ്ങനെ കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഞാനിത് ഇവിടെ ഒന്ന് എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. റിയാക്ഷൻ ഫോഴ്സ് സർഫസിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ഡിഗ്രിയാണ് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ റിയാക്ഷൻ ഫോഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇങ്ങോട്ടേക്ക് സെൻറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതല്ലേ ചെയ്ത്? ഇവിടുന്ന് സെൻറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം ഇപ്പോഴത്തെ എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രി. അങ്ങനെയാണ് ഈ 60 ഡിഗ്രി നമുക്ക് കിട്ടുന്നത്. അതേപോലെ 45 ഡിഗ്രി എങ്ങനെ കിട്ടുന്നത്? ഇത് 45 ഡിഗ്രിയാണ് നമുക്ക് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇൻക്ലിനേഷൻ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 45, സർഫസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90. അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആർ ബി എക്സ്റ്റെൻഡ് ചെയ്തു. ആർ ബി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സെൻറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതല്ലേ ചെയ്ത്? ഇവിടെ നിന്ന് സെൻറ്ററിലോട്ട് ആർ ബി എക്സ്റ്റെൻഡ് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം ഇപ്പം എൻ്റെ പുതിയ ആംഗിൾ ഇതെന്ന് പറയുന്നത് 90, ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ 45 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ നമുക്ക് ആംഗിൾ എല്ലാം കിട്ടി. അങ്ങനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി നമ്മൾ ലാമീസ് തിയറം എന്ന് പറയുന്നത് എന്താ? ലാമീസ് തിയറം എന്ന് പറയുന്നത് സപ്പോസ് എ, ബി ആൻഡ് സി എന്ന 3 ഫോഴ്സ് ഉണ്ട്. ആൽഫയുടെ ഓപ്പോസിറ്റുള്ള എൻ്റെ ഓപ്പോസിറ്റുള്ളത് ആൽഫ, ബീൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ബീറ്റ, സീൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഗാമയാണെങ്കിൽ റിലേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ എ ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ ഗാമ. ഇതാണ് റിലേഷൻ. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഈ അറിയാവുന്ന ഫോഴ്സ് എല്ലാം ഇങ്ങനെ മാറ്റി വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് വേർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതുണ്ട്? ആർ എ ഉണ്ട്. ആർ എ നോക്കി ഈ ലൈൻ ഓഫ് ആക്ഷനിലൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ വരച്ചുകൂടെ? അപ്പം എങ്ങനെ വരും? ആർ എ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതേപോലെ ആർ ബി എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ ആർ ബി വരും അല്ലേ. അപ്പോൾ ആർ ബി എങ്ങനെയാണ്? ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആർ ബി വരും. ഇനി ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെയിറ്റ് കണ്ടുപിടിക്കുക. വെയിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത് കണ്ടുപിടിക്കുകയാണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ താഴെ 60 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ. എങ്ങനെയാണ് അത് വരിക? ക്രോസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വെയിറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 60 + 45 ഡിഗ്രി ഇസ് ഈക്വൽ ടു 105 ഡിഗ്രി. അങ്ങനെ എനിക്ക് വെയിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി ആർ എൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ അറിയാവുന്ന ആംഗിൾസ് എല്ലാം നമ്മൾ ആദ്യം തന്നെ അവിടെ വരച്ച് വയ്ക്കാം. ഇവിടെ 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഈ ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർ എ ഒന്ന് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രിയും ആർ ബി ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 45 ഡിഗ്രിയും ഉണ്ട്. ഇത് നോക്കിയേ, ഈ ആർ ബി മാത്രം ഇനി കൺസിഡർ ചെയ്യാം. ഈ ആർ ബി മാത്രം കൺസിഡർ ചെയ്യുമ്പം ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ് അല്ലേ. അതിൽ ഇത് വരയ്ക്കും 45, ഇത് 60 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. അപ്പോൾ ആർ എൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ എടുക്കേണ്ടത്? ആർ ബിയും ഡബ്ല്യുവിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് എടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് 75 + 60 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി. അപ്പോൾ ആർ എൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ 135 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർ ബിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിക്കണം.
അപ്പോൾ ആർ ബിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ആറെ മാത്രം എടുക്കുക. ഈ ആറെ എടുത്ത് നോക്കിയേ, ഇത് ടോട്ടലി 180 ആണ് അല്ലേ? അതായത് ഇത് മാത്രമായിട്ട് എടുക്കുമ്പോൾ ടോട്ടലി 180 ആണ്. ഇത് വരയ്ക്ക് 60 ഡിഗ്രി, ഇത് വരയ്ക്ക് 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി അല്ലേ? 180ന്ന് 60യും 45ഉം പ്ലസ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ 180ന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും 75 ഡിഗ്രി. ഇനി ആർ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? 75ഉം 45ഉം ആണ് എടുക്കേണ്ടത്. അപ്പം 75 പ്ലസ് 45 ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. അങ്ങനെ നമുക്ക് ആർ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കിട്ടി. ഇനി നമ്മൾ നേരെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ എ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ആയിട്ട് എടുക്കുന്നു. വെയിറ്റ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താ? 105 ഡിഗ്രി അല്ലേ? അപ്പം വെയിറ്റ് ബൈ സൈൻ 105 ഇസ് ഈക്വൽ ടു ആർ എ ബൈ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. സൈൻ 135 ഇസ് ഈക്വൽ ടു ആർ ബി ബൈ സൈൻ 120 അല്ലേ? ആർ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. ഇനി നമുക്ക് ഇതിലത്തെ ഏതൊക്കെ വാല്യൂസ് അറിയാം? വെയിറ്റ് എത്രയാണെന്ന് അറിയാം. വെയിറ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 100 ന്യൂട്ടൺ ആണ്. വെയിറ്റ് അറിയാം, സൈൻ 105ഉം സൈൻ 135ഉം നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. ആർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. അപ്പം അതിങ്ങനെ എഴുതാം. വെയിറ്റ് എന്ന് പറയുന്ന 100 സൈൻ 105 ഇസ് ഈക്വൽ ടു ആർ എ ബൈ സൈൻ 135 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 135 ഡിവൈഡഡ് ബൈ സൈൻ 105 അല്ലേ? അതെങ്ങനെ വന്നു? സൈൻ 135നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആവും. ഇവിടെ ഡിവൈഡാണ്, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 73.2 ന്യൂട്ടൺ. അപ്പോൾ ആർ എൻ്റെ വാല്യൂ കിട്ടി 73.2 ന്യൂട്ടൺ. ഇനി ആർ ബി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സെയിം. ആർ ബി എന്ന് പറഞ്ഞാൽ ആർ ബി ബൈ സൈൻ 120 ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ സൈൻ 105 അല്ലേ? അങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 100 ആണ്. അപ്പോൾ ആർ ബി എന്ന് പറയുന്നത് 100 ബൈ സൈൻ 105 ഇൻറ്റു സൈൻ 120 അല്ലേ? സൈൻ 120 എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്റർ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ ആവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 89.65 ന്യൂട്ടൺ. അപ്പം ആർ എയും ആർ ബിയും നമുക്ക് ലാമീസ് തിയറം ഉപയോഗിച്ചിട്ടും സോൾവ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ മെത്തേഡ് അല്ലാണ്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രീവിയസ് പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.